ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തു എന്നോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നല്ല. നമ്മളെവിടെ പോയാലും ഒരു മോഹൻലാൽ സിനിമയുടെ ഡയറക്ടർ എന്നുള്ളൊരു അത് കാരണം അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഓറ നമ്മളിലേക്കും വരും. തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പ്ലസ് സാറിന് വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പ്ലസ് സാറിൻ്റെ വീട്ടിലോട്ട് നിരന്തരം ഫോൺ ചെയ്യും. 2016 വരെയൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ അഭിനയിച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് സംവിധായകരെ പോയി കണ്ട് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകൾ അയച്ച് നടന്ന വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ഞാൻ. ഇപ്പം 2011 ഇറങ്ങിയ സിനിമാ കമ്പനികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫ്ലിക്കായിട്ട് ഞാനിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊക്കെ പോണ കാണാം. എൻ്റെ കൂടെ നിന്നവർ എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ വൈഫൊക്കെ ഇത് മറ്റേ ആൾ അനുകരിക്കുക കേട്ടോ, ഇന്ന നടന്നുള്ള അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യുണീക്കായിട്ടൊരു ആക്ടിങ് സ്കില്ലില്ല. ഇപ്പം എൻ്റെ വൈഫ് ക്യാരിങ് ആണ്. 6 മാസം 7 മാസം മാസത്തിൽ നിന്ന് പ്രഗ്നൻസി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഉള്ളതൊക്കെ പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുവാണെന്ന് പറയാം. നിൽക്കുന്ന അവളുടെ മുഖത്തൊക്കെ. അപ്പം എൻ്റെ വൈഫ് എന്താ പറയുക, അപ്പം ഫാമിലി വൈസ് നല്ല രീതിയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ആ സമയങ്ങളൊന്നും എനിക്കൊരു നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതെല്ലാം വരുമെന്ന് പറയുന്നൊരു ഹോപ്പിൽ അവരെല്ലാം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില ഫംഗ്ഷൻസിന് പോകുമ്പോഴോ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളെ ചില സമയങ്ങളിൽ വല്ലാണ്ട് ഒറ്റപ്പെടുത്താറുണ്ട്, കുത്തുവാക്ക് കേൾക്കാറുണ്ട്. അപ്പോഴുമൊക്കെ ഇവള് നിന്നിട്ടാണ് പറയാറ്. അത് ഞങ്ങൾ ഹാപ്പിയായിട്ടാണ് ജീവിക്കണം. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എനിക്കൊപ്പമുള്ളത് തരുൺ മൂർത്തിയാണ്. മോഹൻലാൽ ആരാധകരുടെ ഒരു ആരാധനാമൂർത്തിയായിട്ടാണ് താങ്കളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തുടരുമിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ, ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണല്ലോ. എല്ലാ കാര്യങ്ങളിലും എല്ലാ ഡേയിലും സന്തോഷിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ വേണം. പോസിറ്റീവ് ആൻഡ് ഹാപ്പി. ഉറപ്പായിട്ടും. ഇപ്പം തരുൺ മൂർത്തി എന്ന ഒരു സിനിമാക്കാരനോട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്, അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരു മിറാക്കുലസ് മാജിക്കൽ സക്സസ് ഫോർമുല ഒരു സിനിമയ്ക്കുണ്ടോ? തരുൺ മൂർത്തിയുടെ വാക്കുകളിൽ ഒരു ഹിറ്റ് സിനിമയ്ക്കുള്ള ചേരുവകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സിനിമയെ അങ്ങനെ ആക്കുന്നത്? ഇല്ല, ഇന്ന ഫോർമുലയിൽ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ വർക്കൗട്ട് ആവുമെന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ചില രസക്കൂടുകൾ ഇപ്പം ഞാനെപ്പോഴും സിനിമ ചെയ്യുന്ന സമയത്ത് അല്ല എഴുതുന്ന സമയത്ത് എൻ്റെ സിനിമയുടെ ഒരു സീനിൽ 5 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ആറാമത്തെ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറും കൂടി ഉണ്ടാവും. അത് ഓഡിയൻ്റാണ്. അത് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും അതിനെ തൃപ്തിപ്പെടുത്തുന്ന ആ സീനിൻ്റെ ലോജിക്ക്, ആ സീനിൻ്റെ ഹ്യൂമറുകൾ അല്ലെങ്കിൽ അവിടുത്തെ രസച്ചരട് ഒക്കെ വളരെ ഇൻവിസിബിളായിട്ട് ഓരോ സീനിലും ഞാൻ എന്നെ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയണം. നമ്മൾ എല്ലാ സീൻ എഴുതുമ്പോഴും 5 കഥാപാത്രം ഉണ്ടെങ്കിൽ 6ാമതൊരു കഥാപാത്രം കൂടി ആ സീനിൽ ഇൻവിസിബിളായിട്ട് വെച്ചിരിക്കണം. അത് പ്രേക്ഷകനായിരിക്കണം. അത് ചിലത് വർക്കൗട്ടായി വരുമ്പോൾ ഒരിക്കലും ട്രെൻഡിനെ ഫോളോ ചെയ്യരുതെന്ന് ഉള്ളൊരു ഇതാണ് ട്രെൻഡ്, ഇതിൻ്റെ പിന്നാലെ നമ്മുടെ ഇടയ്ക്കിലൊക്കെ സിനിമ നിർമ്മിക്കാനും അല്ലെങ്കിൽ കഥ പറയാനും ഒക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ പറയും, ചേട്ടാ ഇതാണ് ട്രെൻഡ്, ഈ ട്രെൻഡ് നമ്മളിപ്പം ഇറങ്ങിയ സിനിമയുടെ ആ ട്രെൻഡിലാണ്. അതൊക്കെ ഞാൻ അപ്പോഴേ കട്ട് ചെയ്തിടാണ്. നമ്മൾ ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കുക, ആ ട്രെൻഡ് സെറ്റർ ആകുക, അല്ലെങ്കിൽ ട്രെൻഡ് ഫോളോവർ ആകാണ്ടിരിക്കുക, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഇന്ന ഫോർമുല വെച്ചിട്ടൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ വർക്കൗട്ട് ആവുമെന്ന് ഒരു കാലത്തും പറയാൻ പറ്റില്ല. ശരിയാണ്, താങ്കൾ ട്രെൻഡ് മേക്കർ തന്നെയാണ്. അത് ആ ഒരു ചിന്തയിൽ നിന്ന് കൂടി ആയിരിക്കണം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. തുടരുവിനെ കുറിച്ച് തുടർന്നും എനിക്ക് ചോദ്യങ്ങളുണ്ടെങ്കിലും ആദ്യം തന്നെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു വലിയ കാസ്റ്റ് വെച്ചിട്ടാണ് ജാവ ആ സിനിമയിലേക്ക് നിങ്ങൾ വരുന്നത്. ആ സമയത്ത് അത്രയധികം ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഇവൻ ഈ വണ്ടി ഓടിച്ചോളും എന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്രയും പേർക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചത്? അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ 2017 സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് സിനിമ ഡയറക്ഷനെ പറ്റി ആലോചിക്കുന്നത്. അതിന് മുമ്പൊക്കെ വരെയൊക്കെ ഞാൻ അഭിനയിക്കാൻ നടന്നൊരു തന്നെ ഓഡീഷൻ. ഞാൻ അങ്ങനെ എനിക്ക് ലുക്മാനെയൊക്കെ പരിചയം.
അപ്പം എനിക്കങ്ങനെ ഒരു നമ്മൾ പറയുമല്ലോ, ഞാൻ ഡയറക്ടറാകാൻ വേണ്ടി ജീവൻ ഇങ്ങനെ അങ്ങനെ പഠിച്ചു വന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡേയിലും ഞാൻ സിനിമകൾ കണ്ട് ഡയറക്ടർ നോട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരാളെ അല്ല ഞാൻ. 2016 വരെയൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ അഭിനയിച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് സംവിധായകരെ പോയി കണ്ട് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകൾ അയച്ച് നടന്ന വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം 2011 ആണെങ്കിൽ സിനിമാ കമ്പനികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫ്ലിക്കായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊക്കെ പോണ കാണാം. അപ്പം ഞാനൊക്കെ ഈ സ്കൂൾ നാടകവും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ പുറത്താണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങിയത്. എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ അഭിനയിക്കുന്ന, ഞാൻ എഴുതുന്ന ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഷോർട്ട് ഫിലിംസ് നമുക്കൊരു നമ്മൾ മുന്നിൽ കാണാൻ പറ്റുന്ന സാഹചര്യം. അപ്പം കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ, ഇത് നമ്മൾ ആരെയൊക്കെയോ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ നിന്നവർ എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ വൈഫൊക്കെ ഇത് മറ്റേ ആൾ അനുകരിക്കുക കേട്ടോ, ഇന്ന നടന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യുണീക്കായിട്ടൊരു ആക്ടിങ് സ്കില്ലില്ല എന്ന് മുഖത്ത് നോക്കി എൻ്റെ കൂടെ നിന്നവർ പറഞ്ഞതിൽ നിന്നാണ് ഓക്കെ, ഇനി ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ സിനിമയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ എത്തിപ്പെടണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഭിനയിക്കാനുള്ള ഈ ആഗ്രഹം അല്ലെങ്കിൽ ത്വര എന്ന് പറയുന്നതിനെ ഒരു കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരക്കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സംവിധായകരെ പോയി ആ സിനിമ ഓണാക്കിയാൽ എൻ്റെ തിരക്കഥയാണല്ലോ, അപ്പോൾ എനിക്കൊരു വേഷം ചോദിച്ച് മേടിക്കാലോ എന്ന് പറയുന്നതായിരുന്നു അങ്ങനെ. അപ്പോൾ തിരക്കഥാകൃത്തായി ഓട്ടോമാറ്റിക്, അറിഞ്ഞോ അറിയാതെയോ തിരക്കഥാകൃത്ത് എന്നൊരു ലേബൽ വന്നു വീണു. കാരണം പല സംവിധായകരുടെ അടുക്കലും ഒക്കെ ഡിസ്കഷനും, ഷൈജുക്കയുടെ അടുക്കയിൽ അല്ലെങ്കിൽ സമീറക്കയുടെ അടുക്കയിൽ, മമ്മാസിൻ്റെ അടുക്കയിൽ, അങ്ങനെ ഒരുപാട് സംവിധായകരുടെ അടുക്കലൊക്കെ ആ സമയങ്ങളിൽ തിരക്കഥാ ഡിസ്കഷനൊക്കെ ഞാൻ പോയിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാൾ കോളേജിൽ പഠിപ്പിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കണവനെയും ഫ്രണ്ട് ബെഞ്ചിലിരിക്കണവനും ഒരേപോലെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കുറേ 10-12 വർഷത്തെ സിനിമയ്ക്ക് പിന്നാലെയുള്ള അല്ലെങ്കിൽ ലൈഫിൻ്റെ ജേണീസിനെല്ലാം അടയാളപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു സംവിധാനം ആയിക്കൂടാ എന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയണം. 80% കാസ്റ്റിംഗ് വർക്കൗട്ടാണെങ്കിൽ സിനിമ വർക്കൗട്ട് എന്ന് വിശ്വസിക്കണതാണ് ഞാൻ. ക്രൈം സിനിമകളിലൊക്കെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് നിറച്ച് വെച്ചേക്കണോ കയറി വന്ന് തരുൺ മൂർത്തിയുടെ ഭിത്തിയിൽ ഒരു വള്ളി അങ്ങോട്ട് ഒരു ചരട് ഇങ്ങോട്ട്, അങ്ങനെ തന്നെയാണ്. ഇപ്പം തുടരും അങ്ങനെ തന്നെയാണ്. ഞാൻ തുടരും ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന റൂമിൽ ഇവരിങ്ങനെ ഒരു വലിയ ഗ്ലാസ് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പം അത് വെച്ചിട്ട് ഞാൻ അവിടെ മാറ്റും, ഇവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ എത്രയോ ആളുകളുടെ അഭിനയിക്കാനുള്ള സാധ്യതകളൊക്കെ എൻ്റെ ചില സമയത്ത് തോന്നലിലൊക്കെ മാറിപ്പോകാറുണ്ട്. ചിലർ ഒന്നുമില്ലായ്മയെന്ന് ചില ആളുകൾ വന്ന് കയറാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ ഒരു തരുൺ മൂർത്തി രാവിലെ എഴുന്നേറ്റിട്ട് മനസ്സിൽ ഓർഡറിലാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ അഭിനയ ഭാവി എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇനിയിപ്പം സിനിമയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടക്കാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടു നിൽക്കുന്നവനുണ്ടായിരിക്കും, അവൻ ഈ പ്രശ്നത്തിലുമില്ല, അവൻ നമ്മളെ സഹായിച്ചിട്ടുമില്ല. പക്ഷെ ഇത് ഒന്ന് പുറത്തറിയുന്നത് പലപ്പോഴും ഈവൻ പറയുന്ന വെച്ചിട്ടായിരിക്കും. അവൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ പ്രശ്നത്തിൽ നിന്നേന്നും അവനെ സഹായിച്ചാൽ തോന്നിപ്പോകുമായിരിക്കും. ഏകദേശം ഇതുപോലെയാണ് താങ്കളുടെ സിനിമകളെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പം ആദ്യത്തെ സിനിമ അതെ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവും. അപ്പം ആദ്യത്തെ സിനിമയായ ജാവ ശരിക്കും പ്രേമത്തിൻ്റെ സെൻസർ കോപ്പി ലീക്ക്, അതിൽ നിന്ന് നിങ്ങളത് കാണുന്നു, നിങ്ങൾ ആ സിനിമ എടുക്കുന്നു. രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് കണ്ട് അതിൽ നിന്നാണ് നിങ്ങൾ രണ്ടാമത്തെ സിനിമ എടുക്കുന്നത്. അപ്പം ഈ സിനിമകളിലേക്ക് വരുമ്പോൾ ഒരുപാട് റിയൽ ലൈഫ് സംഭവങ്ങളെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ എടുക്കുന്നത്, അത് കണക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഇത്തരം ഇൻസിഡൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണോ, റിയൽ ലൈഫ് ഇൻസിഡൻസ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയണം, ആർ യു എ ട്രിക്കി റൈറ്റർ? കാരണം ഇത് പ്ലേസ്ഡ് ആവണം കറക്റ്റായിട്ട്. സോ ഇതാണ് എനിക്കറിയേണ്ടത്. അല്ല, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുള്ളൊരു കാര്യം കഥ പറയുന്നതിന് ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക, പ്രേക്ഷകനൊരു കൗതുകം ഉണ്ടാക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്നെ അന്ന് അതൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നത് തോന്നൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ജാവയുടെ ഏറ്റവും ആ സിനിമ ഉണ്ടാകാനുള്ള കാരണം തന്നെ പ്രേമം സെൻസർ കോപ്പി ലീക്കാണ്. അതുണ്ടായൊരു കഥ ഞാൻ പറയാം. അപ്പോൾ ഈ പ്രേമം സെൻസർ കോപ്പി ലീക്ക് ഞാൻ ഷൈജുക്കയുടെയും സമീറക്കയുടെയൊക്കെ അടുക്കൽ വേറെ സബ്ജക്റ്റുകളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ കയറി ഇറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന അൻവറിക്കയുടെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ഈ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ പ്രേമം
സെൻസർ കോപ്പിയുടെ ഭയങ്കര ലീക്കിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം എന്നെ ഒരു ദിവസം സമീറൊക്കെയാണ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്. ഇത് തരുൺ നമ്മുടെ സിനിമ ചെയ്യുന്ന ഒരു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം എന്നെ ഇങ്ങനെ ആ ബേസിലൊന്ന് പരിചയപ്പെട്ടു. അപ്പം സമീറൊക്കെ ചോദിക്കണം എന്തായാടോ കാര്യങ്ങൾ ഈ പറയുന്നത്, എന്താണ് അവർ പറയണത് വല്ലതും. അപ്പോൾ ആണ് അൻവർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളുടെയൊക്കെ മനസ്സ് തുറക്കണം. ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഡെയിലി വരുന്നു, അതെടുത്തുകൊണ്ട് പോകുന്നു, ഇതെടുത്തുകൊണ്ട് പോകുന്നു, ആകെപ്പെട്ട അവസ്ഥയാടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ഷൈജുക്കാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്, എടോ ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പം ശരിയാണ്, ഇതിലൊരു സിനിമയുണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഈ പ്രേമം സെൻസർ കോപ്പ്, അപ്പോൾ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അവരെ പറ്റി അന്വേഷണം പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ജെന്യൂനായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അൻവർക്ക് പറഞ്ഞത് കണ്ടുപിടിച്ച 2 പയ്യന്മാർ ഈ പറയുന്ന കലൂരോ കടവന്ത്ര ഭാഗത്ത് എവിടെ ഒരു ഓഫീസ്, അവന്മാരാണ് ഇതിന് മൊത്തം പോലീസിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞ സുഹൃത്ത്. അപ്പോൾ അവനാണ് അന്ന് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവരെ കണ്ടുപിട്ട് അവൻ ഈ മൊബൈൽ വെച്ചിട്ട് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ അവിടെ നിന്ന് ഒരാളുടെ ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു പൂവിൻ്റെ പടം കിട്ടി, ആ പൂവിൻ്റെ കടം വെച്ചിട്ട് ഞങ്ങൾ വേറെ ഫേസ്ബുക്കിൽ വേറെ ഫോട്ടോസോപ്പ് ചെയ്യുമ്പോൾ വേറൊരാളുടെ കയ്യിൽ ഈ സെയിം ഫോട്ടോ കണ്ടു, അങ്ങനെയാണ്. അതാണ് നമ്മൾ പട്ടിയുടെ ഫോട്ടോ വെച്ച് ചെയ്തത്. അങ്ങനെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ കണ്ടന്റ് അവർ നമുക്ക് തന്നു. അപ്പം സിനിമ ഇനി നമ്മളിത് വെറുതെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് പോയാൽ മതി. അപ്പോൾ ഇതായിരുന്നു ഒരു ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ നിങ്ങളാദ്യം ചോദിച്ചില്ല എങ്ങനെ ഇത് സംഭവിച്ചു. ഏതാളുടെ പറയുമ്പോഴും ഉള്ള എക്സൈറ്റിംഗ് ഫാക്ടർ ഇതായിരുന്നു. ഒരു പ്രേമം സെൻസർ കോപ്പി ലീക്ക് കണ്ടുപിടിച്ചതാണ് എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാൻ പലരും തയ്യാറായിരുന്നു. അപ്പോൾ അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഓപ്പറേഷൻ ജാവ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും ആളുകൾ ഞാൻ പറഞ്ഞ 40 മിനിറ്റ് വിശ്വസിച്ചു. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഫ്ലൂക്ക് കഥകളാണ്. പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മാളുകളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന നമ്മുടെ ഡാറ്റാസ് ലീക്ക് ആവുന്നു എന്ന് പറയുന്നതും അതൊരു അതിശയോക്തിയാണ്. അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നമ്മുടെ ഫുഡ് ആപ്പിൽ നിന്ന് നമ്മൾക്ക് ഒരു കില്ലർ നമ്മുടെ വീട്ടിലെത്തുമെന്ന് പറയുന്നത് സംഭവിക്കാം. അപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ, ഞാൻ ആ ന്യൂസ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ എലിമെൻറ്റ് കയറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ ആളുകൾ ഇതൊക്കെ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞ പ്രേമം സെൻസർ കോപ്പി ലീക്കിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം ധൈര്യം തന്നത് ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് മാറുള്ളൂ. കാരണം ഇവിടെ സൈബർ റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സെൻസർ കോപ്പിയുടെ ലീക്ക് കണ്ടൻറ്റ് മൊത്തം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷൈജു ഖാലിദാണ്. പക്ഷെ അത് പിന്നീട് നമ്മളത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഓൾറെഡി ആക്ഷൻ ഹീറോ ബിജു സംഭവിച്ചു. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് സ്റ്റേഷൻ അവർ കൃത്യമായിട്ട് കാണിച്ചു. അപ്പം ഓഫ് കോഴ്സ് ഒരു ഫിലിം മേക്കർ എന്നുണ്ടെങ്കിൽ ഷൈജുക്കയുടെ ഒക്കെ അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് പോയി. അത് വന്നില്ലടോ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്താൽ അത് കോപ്പി അടിച്ചതെന്നല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. ഇത് പ്രേമം സെൻസർ കോപ്പി ലീക്കിന് ഇവിടെ ഞെട്ടിക്കാനുള്ള കൊണ്ടുവന്ന് ഞാനിത് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഉള്ളവരെല്ലാ സിനിമ ഒന്ന് കാണും. ഇപ്പം ഞാനൊരു പുതിയ ആൾ എന്ന രീതിയിൽ പ്രേമം സെൻസർ കോപ്പി ലീക്കിനെ പറ്റി ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് സിനിമ വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഉള്ള ഏതാളും അതെന്താണെന്ന് അറിയാൻ വേണ്ടി വരും. അത് ഇൻഡസ്ട്രി ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ എക്സൈറ്റ് കഴിഞ്ഞാൽ ജനങ്ങൾ വരും എന്നൊക്കെ പറയുന്നതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ തോട്ടുകൾ. അപ്പം ഓഫ് കോഴ്സ് എൻ്റെ അനുവാദം വാങ്ങുന്ന അൽഫോൺസിൻ്റെ നിന്നും അനുവാദം വാങ്ങണം, അൻവർക്കയുടെ നിന്ന് അനുവാദം വാങ്ങണം. ഞാൻ അൽഫോൺസിന് മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് അൻഫോൺ അന്ന് വേറെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. പക്ഷേ എൻ്റെ ഒതൻറ്റിക്കായിട്ട് വാങ്ങേണ്ട ആൾ അൻവർക്കയാണ്. അൻവർക്ക ഇപ്പം എന്നെ ഭയങ്കര നല്ലൊരു മെൻറ്ററാണ്, സുഹൃത്താണ്. അപ്പോൾ ഞാൻ അൻവർക്കേനെ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അൻവർക്ക ആകെ എൻ്റെ അടുക്കൽ പറഞ്ഞത് സത്യം പോലെ പറയണം. അതിൻ്റെ അകത്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരെയോ പ്രീതിപ്പെടുത്താനോ ഒന്നും പോലെ, എന്താണോ നീ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നു അതേപോലെ പറയുവാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇത് പറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് എനിക്ക് അൻവർക്കേനെ അത്ര ബന്ധമില്ല. പക്ഷെ അൻവർക്ക സിനിമ റിലീസായ അന്ന് വേറെ ഏതോ തിരക്കിലാണ്. ഈ സിനിമയിൽ ഇവനിത് കൃത്യമായിട്ടാണോ പറഞ്ഞതെന്നറിയാൻ വേണ്ടി ഷേണായസിൽ ഓടിപ്പോയി ഇത് കണ്ട് എന്നെ അന്ന് വിളിച്ച് താങ്ക് യു എന്ന് പറയാം. കാരണം ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ പുള്ളിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ആളുകൾ പല ഫാൾസ് ന്യൂസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ്
അതിൽ സംഭവിച്ചെന്നൊരു ക്ലാരിറ്റി, ഒരു ഡോക്യുമെൻ്ററി അല്ലെ ഡോക്യുഫിഷൻ പോലെ നീ പറഞ്ഞതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറഞ്ഞു. പിന്നെ സിനിമേനെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര അത് കാരണം അത് അങ്ങനെയും പറയാൻ പറ്റുമല്ലോ ഒരു സിനിമ എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. അപ്പം ഈ റിയൽ ഇൻസിഡൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം പിന്നീട് ഈ പറയുന്ന അടുത്ത സിനിമയിലോട്ട് പോകുമ്പോഴും ആ പത്രവാർത്ത ഭയങ്കര കൗതുകമായിരുന്നു. ഓലമടലും ചക്കക്കുരുവും കേസ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഓലമടലും ചക്കക്കുരുവും കേസിന് വിധിയായി, പ്രതി 5000 രൂപ അടച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പം ഈ ഓലമടലും ചക്കക്കുരു എന്ന് പറയുന്നത് തന്നെ അതെന്ത് കേസ് എന്ന് പറഞ്ഞ കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം അങ്ങനെ വായിക്കുമ്പോഴാണ് ആ കേസ് എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിൽ ഉണക്കാൻ വെച്ചിരുന്ന ചക്കക്കുരു വെച്ച് കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരമ്മച്ചിയുടെ ദേഹത്ത് കൊള്ളുകയും അത് വലിയ കേസായി മാറുകയും അത് 15 വർഷത്തോളം കോടതിയിൽ പോവുകയും ആ അമ്മ 5000 രൂപ പിഴ അടയ്ക്കുകയും കൂടാതെ ഒരു ദിവസം കോടതി അവസാനിക്കുന്നവരെയും കോടതിയുടെ മുന്നിൽ നിർത്തി കേസ് തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അത്രയേ ഉള്ളൂ ന്യൂസ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി, ട്രിവാൻഡ്രം കോടതിയിൽ പോയി ആ കേസ് വാദിച്ച ആളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. അപ്പം ഇത് ഭയങ്കര CW1 അങ്ങനെ കുറേ ഇൻഫർമേഷൻ. അപ്പം ഇന്ന ആളുടെ പേര് അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇന്ന സാക്ഷി പറഞ്ഞ ആൾ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ കഥ ഉണ്ടാക്കണം. പിന്നെ അത് സൗദിയിലോട്ട് വന്നതൊക്കെ വേറെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള വേറെ കുറച്ചും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സൗദി ഗ്രേസി എന്ന് പറയുന്ന നടിയെ കാണാൻ വേണ്ടി സൗദിയിൽ ചെന്നപ്പോഴാണ് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു നാടക നടിയാണ് ഈ പറയുന്ന അമ്മൂമ്മ ആയിട്ട് അഭിനയിക്കാനായിട്ടൊരു നാടക നടിയെ തപ്പി സുദീഖോപ്പയാണ് പറഞ്ഞത്. സൗദി ഗ്രേസി എന്ന് പറഞ്ഞ നടിയുണ്ട്. അപ്പോൾ ഞാനത് ഒരു വിദേശത്ത് എവിടെയോ ഉള്ള ആളാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്കറിയില്ലായിരുന്നു സൗദി എന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു വശത്ത് കടൽ, ഒരു വശത്ത് കായൽ, പിന്നെ ഒരു ചവിട്ട് നാടകമൊക്കെ ഉള്ളൊരു ചവിട്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു പ്രദേശം. അപ്പം ഭയങ്കര ഒരു ജോഗ്രഫി. അപ്പം ഞാൻ ഈ ഗ്രേസി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലോട്ട് പോകുന്ന വഴികൾക്കൊക്കെ ഒരു ഇടവഴികളാണ്, ഒരു ഓട്ടോ പോലും പോകാത്ത ഇടവഴികൾ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള വീടുകളൊക്കെ തമ്മിൽ ഒരു മതിലിൻ്റെ മാത്രം വേർതിരിവ്. അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും സീരിയലിൻ്റെ ഒച്ച അപ്പുറത്തെ വീട്ടിലെ സീരിയലിൻ്റെ ഒച്ചയായിട്ട് ക്ലാഷ് ആകും, അതേപോലത്തെ നിൽക്കുന്ന. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ചക്കക്കുരു വന്ന് വീണ ഒരാളുടെ തലയിൽ കൊള്ളണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ അത് സംഭവിക്കും. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത് ഇവിടെ സംഭവിച്ചുകൂടാ എന്ന് പറയുകയും ഞാൻ ഈ സൗദി ഗ്രേസിയായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ട് വാതിക്കലും മതിലിനോട് ചേർന്ന് ഇപ്പുറത്തെ മതിലിലേക്ക് ഒരു തെങ്ങ് വളഞ്ഞ് അതിലിങ്ങനെ വെള്ളക്കയും കരിക്കുമൊക്കെ ഇങ്ങനെ തോന്നി. അപ്പം ഞാൻ ഈ ചക്കക്കുരു മാറിയിട്ട് ഈ വെള്ളക്കയാണ് വന്ന് വീണെങ്കിലും, കാരണം നമ്മൾ കുറച്ചും കൂടി പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന വെള്ളക്കയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചക്കക്കുരുവിനേക്കാളും പ്രേക്ഷകന് പെട്ടെന്ന് റിലേറ്റ് ആകുന്ന ഒരു വെള്ളക്കയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സൗദി വെള്ളക്ക, ഈ കേസിൻ്റെ പേര് സൗദിയിലെ വെള്ളക്ക അല്ലെ സൗദി വെള്ളക്ക, സൗദിയുടെ വെള്ളക്ക, അങ്ങനെ 2-3 ഇതിട്ടപ്പോഴാണ് സൗദി വെള്ളക്ക ഭയങ്കര രസമുള്ള ഒരു പേരാണല്ലോ. അപ്പം അത് ഈ പറഞ്ഞ കണക്റ്റഡ് ബെൽ അത് വന്നു. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, തുടരും റിയൽ ലൈഫ് ഇൻസിഡന്റ് അയ്യോ ഇന്നാലെ കവടി ഇങ്ങനെ നിരത്തി പറയണമല്ലേ. അപ്പൊ തുടരും എന്ന് പറയുന്ന സിനിമയും ഏതെങ്കിലും ഒരു രസകരമായ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടൊരു കാഴ്ച അങ്ങനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? ഉറപ്പായിട്ടും അത് സൗദി വെള്ളക്ക കഴിഞ്ഞപ്പോഴാണ് തുടരുവിന് വേണ്ടി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വന്ന് കേൾക്കാൻ പറ്റുമോ ലാലേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. നമുക്കിത് ലാലേട്ടനെ വെച്ച് പടം ചെയ്യാൻ ഓഫ് കോഴ്സ് ഇവിടുത്തെ ഏത് സംവിധാനോട് ചോദിച്ചാലും ലാലേട്ടനെ വെച്ച് പടം ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് വേണേൽ പറയാം. ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒക്കെ അവർ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു എൻ്റേതല്ലാത്ത ഒരു കഥ കേൾക്കാൻ പോകുന്നു. അപ്പം ഞാനത് കഥ കേട്ടിട്ട് എനിക്ക് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് മാറും. അപ്പോൾ എനിക്കത് കണക്റ്റ് ആവണം. അപ്പം എൻ്റെ ടെൻഷൻ മൊത്തം ദൈവം ഇത് കണക്റ്റ് ആകുമോ, ഞാൻ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കഥ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാനത് രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ 10-35 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വലിയ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവരുടെ മുന്നിലത് പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് ആ രീതി അക്സെപ്റ്റ് ചെയ്തേനെ. അപ്പം ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ അന്ന് സുനിൽ എന്ന് പറഞ്ഞൊരു റൈറ്ററാണ് ഇതിൻ്റെ ബേസ് തോട്ട് ഇട്ടേക്കണത്. അപ്പോൾ ആ സുനിൽ ഇല്ല അവിടെ. സുനിലേട്ടൻ ഇല്ലാണ്ടാണ് എന്തേണ്ട രീതിയിലേക്ക് കഥ പറയണത്. ഇങ്ങനെയാണ് തരണത്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞൊരു 10 മിനിറ്റിൽ പുള്ളി അത് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ച്. അതിലൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറെ എന്നാൽ അതിൻ്റെ അതൊരു നടന്ന സംഭവമോ അല്ലെങ്കിൽ അതിൻ്റെ അത് ലൈഫോ ഒന്നും കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതിൻ്റെ അതൊരു സിനിമ ചെയ്യാനുള്ളൊരു കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ റൈറ്ററുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്
KR സുനിൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര രസമുള്ളൊരു ഫോട്ടോഗ്രാഫർ, ഭയങ്കര ലൈഫ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്തേക്ക്. അയാൾ ലൈഫ് ക്യാപ്ചർ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ അയാൾ ആ ക്യാപ്ചർ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക് മൊമെൻറ്റിൽ നിന്നാണ് ആ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ അന്വേഷണം. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ ബിനാലെ നടക്കുന്ന അവിടുത്തെ ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഈ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് ആ മൊമെൻറ്റ് കിട്ടണില്ല. അപ്പം ഞാനിങ്ങനെ സുനിലേട്ട എന്താണ് ഈ സിനിമയിലേക്ക് എത്താനുള്ള കാരണം? അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, പുള്ളി പറവൂർ വഴി ഇങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു മതിൽമേ ചാരി ഒരു കാറ് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം കണ്ടു. അത് എൻ്റെ സിനാരിയോ പറഞ്ഞാൽ കുറച്ചും കൂടി സിനിമയിലേക്ക് അടുക്കും, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ ഒരു മതിലിന്മേൽ നിന്ന് ഒരു സ്ഥലത്തും തൊടാതെ ഒരു മതിലിന്മേൽ ഇങ്ങനെ ചാരി നിന്ന് ഒരാൾ കിടക്കുന്നൊരു കാറും നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലത് അതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ മുമ്പും പിൻപും ഒക്കെ ആലോചിക്കുന്നത്. ഫോർ മീ അത് മതി, എനിക്കത് കിട്ടി, എനിക്ക് ആ കാഴ്ച കിട്ടി, എനിക്ക് അയാൾ ആ പറയുന്ന ഇമോഷൻ കിട്ടി, എനിക്ക് ആ പറയുന്ന ഫോട്ടോഗ്രാഫിക് ഫ്രെയിം കിട്ടി. അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് മതി, ബാക്കി നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓരോ ഏരിയയും വർക്ക് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് എനിക്ക് അതിൻ്റെ ബേസിക് തോട്ടിട്ട കഥാകാരൻ എന്നെ ബിലീവ് ചെയ്യിച്ചു. അപ്പോൾ എനിക്ക് ഇനി ഈസിയാണ് പ്രേക്ഷകനെ ബിലീവ് ചെയ്യിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എഴുതി സ്ക്രിപ്റ്റൊക്കെ എഴുതി വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ പെട്ടെന്ന് ആ കൈൻഡ് ഓഫ് ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സുനിലേട്ടനെ വിളിച്ചു, സുനിലേട്ടാ നിങ്ങൾ അന്ന് കണ്ട കാഴ്ച ഒന്നുകൂടി എന്നൊക്കെ പറയാൻ പറഞ്ഞു. എടാ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം ബസ്സിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ മതിലുമേൽ താടിയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൈക്ക് കൈയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ട കാഴ്ച. ഞാൻ പറഞ്ഞു ആ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളത്, കാരണം അത് എനിക്ക് ബിലീവ് ചെയ്യാനാണ്. ഞാൻ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ ലാലേട്ടനെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തൊരു മതിലുമേൽ താടിക്ക് കൈയും വെച്ച് ഒരാൾ ഒരു കാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സീൻ ഷൂട്ട് ചെയ്ത് അതിപ്പം സിനിമയിലുണ്ട്.